പാഠം 718 പ്രേതങ്ങൾ വരുന്ന വഴി. ഹലോ, അതെ, കെ മോഹനകൃഷ്ണനാണ്. ആഹാ, സഹദേവ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. അത് ശരി. എന്നിട്ട് ഇതാരാ പറഞ്ഞത്? ശിവദാസനാണോ പറഞ്ഞത്? എങ്കിൽ സത്യമായിരിക്കും. അല്ലെങ്കിൽ തന്നെ ഇന്നലെ വാർത്ത കേട്ടപ്പോ തന്നെ ഞാൻ വിചാരിച്ചതാ ഇത് സത്യമാണെന്ന്. പക്ഷെ പലരും വിശ്വസിച്ചില്ല. അങ്ങനെ വിശ്വസിക്കാതിരുന്നാൽ ഇങ്ങനെ ഇരിക്കും. എങ്ങനെ ചിരിക്കാതിരിക്കും? തലക്കുളത്ത് ഒരു കെട്ടിടത്തിൽ പ്രേതബാധ ഉണ്ടെന്നും ആ കെട്ടിടത്തിന് മുന്നിലുള്ള വഴിയിലൂടെ പോകുന്ന ആളുകളെ പ്രേതം ഉപദ്രവിക്കുമെന്ന് പറഞ്ഞ് വാർത്ത വന്നപ്പോ നീ എന്താ പറഞ്ഞത്? അതൊക്കെ ചുമ്മാതാണ് എന്ന് ഓർമ്മയുണ്ടോ? വാർത്ത വന്നു എന്ന് പറയരുത്. പൂങ്കിനാവ് വാരിക എന്ന് പറയുന്ന ഒരു പൈങ്കിളി വാരികയിൽ ഏതോ ഒരാൾ എഴുതി വിട്ട ഒരു കഥയല്ലേ അത്? അതെങ്ങനെ മോനട്ടാ വാർത്തയാവണത്? കഥയല്ലല്ലോ, അനുഭവം എന്ന പങ്ക്തിയിലാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. തലക്കുളത്ത് അങ്ങനെ പ്രശ്നമുണ്ടെന്ന് നാട്ടിൽ മുഴുവൻ പാട്ടാണ്. എന്റെ മോഹനേട്ടാ, ഈ പറയുന്നതിലൊക്കെ എന്തേലും കാര്യം ഉണ്ടായിരുന്നെങ്കിൽ പോലീസ് പണ്ടേ അത് അന്വേഷിക്കില്ലായിരുന്നോ? അതൊന്നും ഉണ്ടായില്ലല്ലോ. അതിനർത്ഥം ഇതെല്ലാം വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാണെന്നല്ലേ? താലൂക്ക് ഓഫീസിലെ സഹദേവനാ എന്നെ വിളിച്ചത്. നിന്നെ പോലെ ഭയങ്കര ന്യായം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു യോഗ്യൻ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ഇന്നലെ ആ കെട്ടിടത്തിനുള്ളിൽ കയറി. അയാൾക്ക് എന്താ പറ്റിയത് നിനക്ക് അറിയാമോ? എന്താ പറ്റിയത്? പ്രേതത്തോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. അല്ല, മോനുടെ കാര്യം എന്താന്ന് വെച്ചാ പറ. പറയാനൊന്നുമില്ല. തലക്കുളത്തെ കെട്ടിടത്തിൽ പ്രേതമുണ്ടെന്ന് പറഞ്ഞപ്പോ നീ വിശ്വസിച്ചില്ലല്ലോ. നിന്നെ പോലെ പലരും വിശ്വസിച്ചില്ല. അവര് കണ്ടാലേ വിശ്വസിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് നടന്നു. കെട്ടിടത്തിന്റെ പുറത്തെ റോഡിൽ വെച്ച് നീലി പല രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്ന കഥ പറഞ്ഞിട്ടും ആരും വിശ്വസിച്ചില്ല. അല്ലെങ്കിൽ തന്നെ ആ കഥയൊക്കെ ആരെങ്കിലും വിശ്വസിക്കും മോനട്ടാ? പൂങ്കിനാവിൽ വന്ന കഥ എന്താണെന്നറിയാമോ? റോഡിലൂടെ ഒരാൾ നടന്നു വരുന്നു. ആ കെട്ടിടത്തിന്റെ വളവില് ഒരു സ്ത്രീ നിൽക്കുന്നു. നടന്നുപോയ ആളോട് ആ സ്ത്രീ ചോദിക്കുന്നു, 100 രൂപയ്ക്ക് ചില്ലറയുണ്ടോ എന്ന്. അയാള് പോക്കറ്റിൽ നിന്ന് ചില്ലറയുണ്ടോ എന്ന് നോക്കുന്ന നേരത്ത് ആ സ്ത്രീയുടെ രൂപം മാറി യക്ഷിയാവുന്നു. പോലീസുകാരെ സംഭവം അറിയിച്ചില്ലേ? പോലീസുകാരനാണല്ലോ ദിവാരൻ ചേട്ടൻ ആശുപത്രി കൊണ്ടുപോയത്. അപ്പൊ പിന്നെ ദിവാരൻ ചേട്ടൻ എന്താ സംഭവിച്ചെന്ന് പോലീസുകാരനെ കണ്ടുപിടിച്ചോളൂ. കണ്ടോത്തുമ്മ, ഇത്രയൊക്കെയായിട്ടും ഇവള് പഠിച്ചിട്ടില്ല. ഈ നാട്ടുകാർക്ക് മുഴുവൻ പ്രേതത്തിൽ വിശ്വാസമായി. പക്ഷെ ഇവളിപ്പോഴും തർക്കിക്കുക. നീ നോക്കിയോ, ദിവാകരൻ ചേട്ടനെ പോലെ നീയും നേരിട്ട് അറിയുമ്പോ പഠിക്കും. ഒരു ദിവസം നീ കോടതിയിൽ നിന്ന് വരുമ്പോ വഴിയിൽ ഒരു പെണ്ണ് എന്ന് നിന്നെ കൈ കാണിക്കും. നീ സ്കൂട്ടർ നിർത്തി എന്താ എന്ന് ചോദിക്കുമ്പോ അവൾ ചോദിക്കും, ചില്ലറയുണ്ടോ വക്കീലേ എന്ന്. നീ പറയും, ഉണ്ട്, ഇപ്പൊ തരാം എന്ന്. പിന്നെ എന്താ ഉണ്ടാന്ന് പറയാൻ പറ്റില്ലല്ലോ. അതോടെ ഞാൻ രക്ഷപ്പെടുത്തുക. അങ്ങനെ എങ്ങനെ സംഭവിച്ച ആ നീലിക്ക് എന്റെ വകയായിട്ടൊരു ഗംഭീര സമ്മാനമായി കൊടുത്തു. ഈശ്വരാ, പിന്നെ എന്റെ കാഞ്ചന സാറേ, നീലി എന്നൊരു പെണ്ണിന്റെ പ്രേതമാണ് തലക്കുളത്ത് പലയിടത്തും വെച്ച് പലരും കണ്ടു എന്ന് പറയണത്. പ്രേതത്തിലും ഭൂതത്തിലും ഒന്നും വിശ്വാസമില്ല എന്ന് പറഞ്ഞു നീലിയെ പിടിക്കാനിറങ്ങിയ ദിവാകരൻ ചേട്ടന്റെ അവസ്ഥ എന്താണെന്നറിയോ? പറയുമ്പോ ആള് ഭയങ്കര കമ്മ്യൂണിസ്റ്റാ. പക്ഷെ നീലിയുടെ കെട്ടിടത്തിൽ കയറി ധൈര്യം കാണിക്കാൻ പോയ ദിവാകരൻ ചേട്ടൻ ഇപ്പൊ ആശുപത്രിയിലാണെന്നാണ് പറയണത്. എന്നെ എന്തെങ്കിലും ചെയ്യാനാണ് എന്റെ പരിപാടിയെങ്കിൽ അത് വെറുതെ പോണേ. ഞാൻ ചില്ലറക്കാരനല്ല. എന്നോട് കളിച്ചാൽ നീ വിവരം അറിയും. സാർ എന്താ ഈ പറയുന്നേ? രാമൻ ജോത്സ്യം വിചാരിച്ചപ്പോ തലക്കുളത്ത് നിന്ന് ജീവൻ കൊണ്ട് ഓടിയില്ലേ? രാമൻ ജോത്സ്യക്കാർ ഭയങ്കര ജോത്സ്യന്മാരെ അറിയാം. എന്നോട് കളിച്ചാൽ അവരെയൊക്കെ എന്നോട് കൊണ്ടുവരും. സാറേ, ഞാൻ നീലി തലക്കുളത്ത്
തലക്കുളത്തെ നീലി ഈ വീട്ടിൽ നിന്റെ വേഷമായിട്ട് നടക്കില്ല മോളെ. എത്രയും പെട്ടെന്ന് ഇവിടെ നടക്കുന്നതാണ് നിനക്ക് നല്ലത്. നീ ഒരു വെറും സാധാരണ പ്രേതം. നിനക്കറിയാമോ, റുമേനിയയിൽ പണ്ടൊരു പ്രേതം ഉണ്ടായിരുന്നു, ഡ്രാക്കുള. ആ ഡ്രാക്കുള വരെ പെട്ടിക്കുള്ളിലാക്കിയവരാണ് ഞങ്ങൾ മനുഷ്യർ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ മടങ്ങുന്നതാണ് നിനക്ക് നല്ലത്. ഇക്കാലത്ത് TV സീരിയലിൽ പോലും നിന്നെ പോലെ ആൾക്കാർ കാണില്ല. പിന്നെയാണ് മോഹൻകൃഷ്ണന്റെ വീട്ടില് ജീവനോടെ പൊക്കെ പറയുന്നത്. അയ്യോ, എന്താ പ്രേതത്തിന്റെ കാര്യം പറഞ്ഞപ്പോ നിനക്ക് വിശ്വാസമായിരുന്നില്ലല്ലോ. ഇപ്പോഴേ അവൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നു.